എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കണമെന്നാണോ? നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിന്റെ വൈഫാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നീയാണ് എന്റെ ഫ്യൂച്ചർ എന്നാ ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാ നിന്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയെ നിന്റെ ലൈഫിൽ നിന്ന് ദൂരേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ നീ എനിക്കായി ഒരു ഫാമിലി ഉണ്ടാവണം, എനിക്കായി ഒരു ഹസ്ബൻഡ് ഉണ്ടാവണമെന്ന് പറഞ്ഞ് എങ്ങനെ എങ്ങനെ നിനക്ക് എന്നെ നോക്കി അങ്ങനെ പറയാൻ തോന്നി മഹേന്ദ്ര? മഹേന്ദ്രനെ ഞാൻ എന്റെ സ്വന്തമാക്കിയിരിക്കും. മഹേന്ദ്രന്റെ അടുത്തുനിന്ന് ഞാൻ ആ കുട്ടികളെ തീർച്ചയായും അകറ്റിയിരിക്കും. ആ വയസ്സായവരെ പറ്റി എനിക്കിപ്പോ ഒന്നും പറയാനില്ല. മഹേശ്വരി, നീ ഇങ്ങനെ വിഷമിക്കണ്ട. എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല. നിന്നോട് എനിക്ക് ഒരുപാട് ദേഷ്യമുണ്ട്. പക്ഷെ ആ ദേഷ്യം നീ എന്റെ ഫോട്ടോ താഴെ എറിഞ്ഞ് പൊട്ടിച്ചതിലല്ല. ഏട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, കുട്ടികളെ ഹോസ്റ്റലിലാക്കണമെന്ന് പറഞ്ഞു, അമ്മാവനെ അമ്മായിയെ പറ്റി വരെ നീ കുറ്റം പറഞ്ഞു. ഇതൊക്കെ കൊണ്ടാ എനിക്ക് നിന്നോട് ദേഷ്യം വന്നേ. ഇനി ഇതുപോലെ സംസാരിച്ചാലുണ്ടല്ലോ, ദേഷ്യം കൊണ്ട് നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്കും ഞാൻ. പക്ഷെ നീ ഇങ്ങോട്ട് പോവും. ഇപ്പൊ ഞാനില്ല. അതുകൊണ്ട് നീ വീണ്ടും അനാഥയായി പോവും. പ്ലീസ് മഹി, നീ നല്ലവളായിട്ട് മാറ്. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ ആവാതെ. ഈ ദേഷ്യത്തിലും ഈ വെറുപ്പിലും നീ എന്ത് നേടാൻ പോവോ? നീ മാറ്, നല്ലവളായിട്ട് മാറ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോന്ന്? മഹേശ്വരി, മഹി, അയ്യോ, ഇന്ന് മിസ്മയുടെ ഫസ്റ്റ് ഡേ ആണ്. 3 ദിവസം വേണ്ട, ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്റെ ഏട്ടനെ എഗ്രിമെന്റിൽ ഒപ്പുവെക്കും. അയ്യോ, ആ പെണ്ണിന്റെ നാവിനാണെങ്കിൽ ലൈസൻസേ ഇല്ല. കറക്റ്റ് നോക്കിയിരുന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ദൈവമേ,
ഒരു തുണയായിട്ട് മിസ്സുമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണേ. ഇന്നത്തെ ദിവസം ഡ്യൂട്ടിയില് ഒരു തെറ്റും ഉണ്ടാവാതെ നീറ്റായിട്ടിരിക്കാൻ നീ അവളെ ഒന്ന് സഹായിക്കണേ പ്ലീസ് പ്ലീസ്. അയ്യോ സാറേ, വലിയ മാഡം, വലിയ സാറേ, രാഘവേട്ട ഓടി വായോ. അയ്യോ അയ്യോ എന്റെ മാഡം, ഇതെങ്ങനെ ഞാൻ സഹിക്കും. അയ്യോ ഇതെന്താ വീടിനകത്ത് നിന്ന് ലീലയുടെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കാണോ? എന്തിനാ ഇവരിങ്ങനെ കിടന്ന് കരയുന്നേ? അയ്യോ എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നല്ലോ. അയ്യോ മിസ്സമ്മ ഉണ്ടല്ലോ. വീടിനകത്തേക്ക് ചെന്നാ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്തിനാ വന്നെന്ന് ചോദിക്കും. എന്താ ഇനിയിപ്പോ ചെയ്യാ? അയ്യോ അയ്യോ എന്താ വലിയ മാഡം. ഭാഗ്യം അമ്മായിക്കും അമ്മാവനും ഒന്നും സംഭവിച്ചിട്ടില്ല. കുട്ടികള് അമ്മേ പറയേ, എന്തിനാ രാവിലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? എന്തിനായിരിക്കും? ചോദിക്കുന്ന കേട്ടില്ലേ, കരയാതെ കാര്യം പറ. അയ്യോ സാറേ, അത് ഞാൻ എങ്ങനെ പറയാനാ? ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാ പറ. അയ്യോ ലീലാൻഡി, ഞങ്ങൾക്ക് എന്തിനാ ഇത്ര സസ്പെൻസ്? പറയുന്നുണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പോണം. വീണ്ടും സ്കൂളിൽ പോവാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞ ഡാഡി ഞങ്ങളെ വഴക്ക് പറയും. കാര്യം എന്താണെന്ന് പറയും, എന്നിട്ട് നിന്ന് കരയും. എന്തുപറ്റി? എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? എല്ലാവരും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ലീല നിലവിളിക്കുന്നു സാർ. എന്താണെന്ന് ചോദിച്ചിട്ടും നിന്ന് കരയുന്നു, കാര്യം പറയുന്നില്ല. എന്തുപറ്റി ലീല? എന്തിനാ നീ കരയുന്നേ? അത് പിന്നെ സാറേ, എന്താ കാര്യം? സാറിനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത് അകത്ത് മഹേശ്വരി, അകത്ത് മഹേശ്വരി മാഡം, മഹേശ്വരി മാഡം. മഹേശ്വരി? മഹേശ്വരിക്ക് എന്തു പറ്റി? എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല സാറേ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. സാറ് തന്നെ അകത്തൊന്ന് നോക്ക്. മഹേശ്വരി? 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 അയ്യോ അകത്ത് അനീതി ഉണ്ടല്ലോ. വേണ്ട, ഇവിടെ നിക്കാം. മഹേശ്വരി കണ്ണു തുറക്ക്. എന്താ പറ്റിയേ? കണ്ണു തുറക്ക് മഹേശ്വരി. എന്തു പറ്റി? ഏയ്, ഷിറ്റ്. രാഘവ സാർ വണ്ടി എടുക്ക. ഓക്കെ സാർ. മഹേശ്വരി, മഹേശ്വരി, രാഘവ പെട്ടെന്ന്. രാഘവ വേഗം പോയി വണ്ടി എടുക്ക. വന്നു സാർ. മഹേശ്വരി എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്തേ? എന്താ ഉണ്ടായത് ലീലാൻഡി? മഹേശ്വരി ആന്റിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചേ? രാത്രിയത്തെ ഫുഡിൽ എന്തെങ്കിലും തെറ്റു പറ്റിയോ? അയ്യോ അഞ്ജലി മോളെ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മാഡം എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കൊന്നും തന്നെ അറിയില്ല കുഞ്ഞെ. എന്തെങ്കിലും പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കല്ലേ. വിഷം കഴിക്കേണ്ട അവസ്ഥയില് അവൾക്ക് എന്താ ഉണ്ടായത്? എനിക്കറിയില്ല മാഡം, ഞാനും ഇപ്പോഴാ കണ്ടത്. അല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിഷമം കാരണം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു വഴക്കും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു കടുങ്കൈ കാണിക്കാൻ തക്കതായ വിഷമം ഈ പെണ്ണിന് എങ്ങനെയുണ്ടായി? മനസ്സിൽ അങ്ങനെ എന്ത് വിഷമമുണ്ടെന്ന് എനിക്കറിയില്ല സാറേ. ഇന്നത്തെ കുട്ടികളുടെ ഒരു കാര്യം എപ്പോ എന്ത് ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ആ ദൈവത്തിന് പോലും അറിയാൻ പറ്റില്ല. അതെ, എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. നമുക്കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയാലോ? എന്തിന്? മോൻ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. നമുക്ക് അകത്തേക്ക് പോവാം.
എനിക്കൊരു ഡൗട്ട് ചോദിക്കട്ടെ? എന്തായാലും ഡൗട്ടല്ലേ, ചോദിക്കും മോളെ. ഇപ്പൊ മഹേശ്വരി ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ 11 ദിവസം കഴിഞ്ഞാ ഇന്നലത്തെ പോലെ എന്തെങ്കിലും ചടങ്ങ് നടത്തോ? തെറ്റാണ് അഞ്ജലി, അങ്ങനെ പറയരുത്. എന്താ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്? മഹേശ്വരി മേഡം ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അങ്ങനെയല്ല, സപ്പോസ് അതായത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. മാത്രമല്ല വായിൽ നിന്ന് കൊറേ പതയൊക്കെ വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അഞ്ജലി, അങ്ങനെയൊന്നും സംസാരിക്കരുത് മോളെ. മിസ്സമ്മ ഒന്ന് ചുമ്മാതിരിക്കെ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കയല്ലേ. പറയൂ ആന്റി. എന്താ മോളെ ഈ പറയുന്നേ? നിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് എന്നെ പേടി തോന്നുവാ. എങ്കിൽ ശരി, അപ്പൊ നിങ്ങള് സ്കൂളിൽ പോണ്ടല്ലേ? മോളെ അഞ്ജലി, മഹേശ്വരി ആന്റിക്ക് ഒന്നും ആവില്ല. ഇപ്പോ നിങ്ങൾ സ്കൂളിൽ പോവാൻ നോക്ക്. പോ. അയ്യോ മിസ്സമ്മേ, ചിലപ്പോ മഹേശ്വരി ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾക്കല്ലേ കഷ്ടപ്പാട്. ഒരു ചെറിയ അവസരം കിട്ടിയപ്പോ സ്കൂളിൽ പോകാതിരിക്കാനുള്ള പ്ലാൻ ഒപ്പിക്കുക. എടി അഞ്ജു, നീ എന്ത് ചെയ്യാനാ നോക്കുന്നത്? സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ നോക്കുവാണോ? അതെ, നമ്മൾ സ്കൂളിൽ പോകാത്ത കാര്യം ഡാഡി അറിഞ്ഞ നല്ല പണിഷ്മെന്റ് കിട്ടും. അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറയുന്നേ. എന്ത്? ബുദ്ധി. ഇല്ലെങ്കിൽ വിട്ടേക്ക്, ഒരു ഗോൾഡൻ ചാൻസ് മിസ്സായതുപോലെ ആവും. സ്കൂളിൽ നിന്ന് ലീവ് എടുക്കുന്നത് ഗോൾഡൻ ചാൻസ് ആണോ? ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്നില്ലെന്ന് പറയാം. ഡാഡി തിരിച്ചു വന്നതിന് ശേഷം മിസ്സമ്മയ്ക്കായിരിക്കും വഴക്ക് കിട്ടുന്നേ. എല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. വന്നേ. ആ, ഒരു കാര്യം പറയാം. മഹേശ്വരി ആന്റിക്ക് ഒന്നും പറ്റിയില്ലെന്ന് അറിയുന്നത് വരെ ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ആ മഹേശ്വരി ആന്റി ആരാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ? ആരാ മോളെ? ഞങ്ങളുടെ അമ്മയുടെ ഫ്രണ്ടാ. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്ന? വന്നേ. ഇവിടുത്തെ വലിയവർക്കാണെങ്കിൽ ഒരു സങ്കടവും ഇല്ല. ഈ കുട്ടികൾക്കാണെങ്കിൽ എല്ലാം തമാശയാ. മഹേന്ദ്ര സാറ് ഒന്നും അറിയാതെ നോക്കണേ എന്റെ ദൈവമേ. ഇവളെന്താ മഹേശ്വരി മാഡത്തിന്റെ റൂമിലേക്ക് പോകുന്നേ? എന്റെ അമ്മേ. എന്താ ഇവൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ? എന്റെ അമ്മ, ഈ ബോട്ടിൽ അന്വേഷിച്ചാണോ വന്നത്? ഇപ്പൊ എന്താ ചെയ്യാ? അല്ല, നിങ്ങള് ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ രാവിലെ റൂം ക്ലീൻ ചെയ്തപ്പോ ശരിയായിട്ട് ക്ലീൻ ചെയ്തില്ലെന്നാ തോന്നുന്നേ. ഞാൻ കളഞ്ഞേക്കാം, ഇങ്ങ് തന്നേക്ക. ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.
ബാക്കിയെല്ലാം നീ ക്ലീൻ ചെയ്. ഇവളെന്താ വളരെ സംശയത്തോടെയാണല്ലോ ഈ ബോട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇവള് കാര്യം അറിഞ്ഞിരിക്കോ? അനീതി, മഹേശ്വരി വിഷം കഴിച്ചോ? എങ്ങനെയുണ്ടിപ്പോ? ഈ വീട്ടിൽ നടന്ന കാര്യം അപ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലും അറിഞ്ഞോ? ഇത് തന്നെ എന്റെ വീട്. അതെന്തെന്നാ, ഞങ്ങള് തൊട്ടടുത്ത വീട്ടുകാരല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാതിരിക്കോ? പറ, എന്തുപറ്റി? വിഷം കഴിച്ച മഹേശ്വരിയെ മേജർ സർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നീ ആരെ പറ്റി ആലോചിച്ച് നിൽക്കുന്ന? വേറെ ആരെ പറ്റിയാ? ആ മഹേശ്വരി മേഡത്തെ കുറിച്ച് തന്നെയാ. ഓ, ഒന്നും പറ്റില്ലെന്നേ. ഒന്നും പേടിക്കണ്ട. അവർക്കൊന്നും പറ്റില്ലെന്ന് എനിക്കും അറിയാ ചേച്ചി. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. അങ്ങനെ പറയാൻ കാരണം എന്താ? അതിന് മാത്രം ആലോചിക്കാൻ എന്താ ഉള്ളത്? അതായത് മരിക്കാൻ വേണ്ടി തീരുമാനം എടുത്ത ആള് ഈ വിഷം എന്തിനാ തെരഞ്ഞെടുത്തതെന്നാ. എന്താ, ഇതെടുക്കണ്ടായിരുന്നോ? അങ്ങനെയല്ല. ഈ വിഷം കുടിച്ചിട്ട് 3 മണിക്കൂറിനുള്ളിൽ വൊമിറ്റ് ചെയ്താ അത് കഴിച്ച ആൾക്ക് ഒരാപത്തും വരില്ല. ഓ, ഈ കാര്യം അറിഞ്ഞിട്ട് തന്നെയാ അവര് ഈ വിഷം കുടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റായിരുന്നോ? എല്ലാരും എണീറ്റ് മാഡം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ വിഷം കുടിക്കാൻ പോവാ. കുറച്ചു കഴിയുമ്പോ എന്റെ ബോധം പോവും. അപ്പൊ നീ ഒച്ചയിട്ട് എല്ലാവരെയും വിളിച്ച് ബഹളം ഉണ്ടാക്കണം. ആ മാഡം, എനിക്ക് വല്ലാതെ പേടി തോന്നുവാ. ഇതില് പേടിക്കാൻ മാത്രം ഒന്നുമില്ലെന്നേ. നീ ആകെ ചെയ്യേണ്ട കാര്യം, ഞാൻ ഈ വിഷം കുടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള വഴി നീ നോക്കണം. എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്ന് മിസ്സായ ജീവൻ പോകുന്ന കാര്യമാ. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യും മാഡം. ഇല്ല, നന്നായി ആലോചിച്ചു. വേറെ എന്ത് ചെയ്താലും അതിന്റെ ഇമ്പാക്റ്റ് കുറച്ചു നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്താ ജീവിതകാലം മുഴുവനും അത് ഓർമ്മയിലുണ്ടാവും. ശരി മാഡം, പക്ഷേ മാഡത്തിനൊന്നും പറ്റില്ലല്ലോ. ഇല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചേ ചെയ്യുകയുള്ളൂ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. നീ ചെല്ല്. ഡോക്ടർ, മഹേശ്വരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയപ്പെടേണ്ട ആവശ്യമില്ല സർ. അവർ കഴിച്ച വിഷം എല്ലാം പുറത്തു കളഞ്ഞു. അവരുടെ ജീവനൊരു ആപത്തുമില്ല. കുറച്ചു കഴിഞ്ഞ് അവരെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. കൺഫേമായി ഇത് തന്നെ നടക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇത്ര കറക്റ്റായിട്ട് മഹേശ്വരി വിഷം കഴിച്ചത് അവളത് അറിഞ്ഞുകൊണ്ടാ കഴിച്ചതെന്ന് നിനക്കെങ്ങനെയാ മനസ്സിലായത്? അതായത് സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാണെങ്കിലും ആരും കാണാതെ, അവരെ ആരും തടുക്കാത്ത രീതിയിൽ, അവരെ ആരും രക്ഷിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത പോലെ ചെയ്യുള്ളൂ. പക്ഷേ മഹേശ്വരി മേഡം അങ്ങനെയല്ല ചെയ്തത്. രാത്രി മുഴുവൻ സൈലന്റ് ആയിട്ടിരുന്ന് രാവിലെ എല്ലാവരും എണീക്കുന്ന സമയം നോക്കി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് മരിക്കാൻ വേണ്ടി ചെയ്തതല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? ഉറപ്പായും പേടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ചെയ്തിരിക്കുക. അതല്ലെങ്കിൽ സിമ്പതി പിടിച്ചു പറ്റാനും ആവാം. എനിക്ക് തോന്നുന്നതേ എന്തോ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരിതൊക്കെ ചെയ്തു കൂട്ടിയെന്ന്. മേജർ സാർ വന്ന ഉടനെ എനിക്ക് എന്റെ ഡൗട്ട് സാറിനോട് പറയണം. അനിയത്തി, ഈ വിഷയം നിന്റെ സാറിനോടൊന്നല്ല, ഈ വീട്ടുകാരോടും പറയാതിരിക്കാൻ പറ്റുമോ? അതെന്തിനാ? അതെന്തെന്നാ, മഹേശ്വരി ഇവിടുത്തെ മാഡത്തിന്റെ സുഹൃത്തല്ലേ. ചിലപ്പോ ഈ വീട്ടിലുള്ളവര് മാഡത്തെ ഒരുപക്ഷെ തെറ്റായിട്ട് വിചാരിക്കും.
മഹേശ്വര മേഡം അങ്ങനെ ചെയ്തതുകൊണ്ട് ഇവിടുത്തെ മേഡത്തിന് എന്തിനാ തെറ്റായി വിചാരിക്കണ്ടേ? അങ്ങനെ വിചാരിക്കൂന്നെ. മഹേശ്വരി എന്തായാലും ഇന്നോ നാളെയോ ഇവിടുന്ന് പോയെന്ന് വരാം. അവൾക്ക് അവളുടേതായ കാര്യങ്ങളില്ലേ, പിന്നെന്തിനാ അതിന് പുറകെ പോകുന്നേ? ശരി ചേച്ചി, നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ നല്ലതിനായിരിക്കും. ചേച്ചി പറഞ്ഞതല്ലേ, ഞാൻ ആരോടും പറയില്ല. നീ നല്ല കുട്ടിയാ. ശരി, ഞാൻ പോയിട്ട് വരാം. വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. അടുത്ത വീട്ടിലാണെങ്കിലും ഈ വീടും ഈ വീട്ടിലെ ആളുകളും നന്നായിട്ടിരിക്കണമെന്നാ അവരാഗ്രഹിക്കുന്നത്.